മാധവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച് തീർത്ത പുറത്തേക്കിറങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ സങ്കടത്തേക്കാളും അത്ഭുതത്തേക്കാളും ഉപരി ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നിറഞ്ഞു. താൽക്കാലികമായെങ്കിലും ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിച്ചതിൻ്റെ ആശ്വാസം അവൾക്കുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് തന്നെ മാധവിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പാർവതിയെ തിരിഞ്ഞു നോക്കാതെ മാധവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ കാറിൽ കയറി. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയ മാധവിൻ്റെ മുഖത്തേക്ക് അവൾ പാളി നോക്കി. ആ മുഖം മുറുകിയിരിക്കുന്നത് അവൾ കണ്ടു. താൻ കാരണമാണല്ലോ മാധവേട്ടനെ ഈ വീടും ഈ വീട്ടുകാരെയും വിട്ടു പോകേണ്ടി വരുന്നത്. അതിനിനി തന്നോട് എന്തെങ്കിലും ദേഷ്യം കാണുമോ? അവളുടെ മനസ്സിൽ ആദി നിറഞ്ഞു. അതവളെ മൗനത്തിലേക്ക് നയിച്ചു. മാധവ് കാർ പുറത്തേക്കെടുത്തു. ആരോടും യാത്ര പറയാതെ അവൻ പുതിയ ജീവിതത്തിലേക്ക് മെല്ലെ നീങ്ങി. പാർവതി എല്ലാം നഷ്ടപ്പെട്ട ഒരാളെപ്പോലെ കാറ് കണ്ണിൽ നിന്നും മായുന്നത് വരെ നോക്കി നിന്നു. അവൾക്ക് തൻ്റെ ഹൃദയം നിലച്ചു പോയതുപോലെ തോന്നി. ശരീരമാകെ ഒരു മരവിപ്പ് പടർന്നതുപോലെ. എന്താണ് താൻ പറയാനിരുന്നത്? അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. പ്രതീക്ഷകൾ നഷ്ടമായ മിഴികൾ അവൾ മെല്ലെ ചിമ്മിയപ്പോൾ കണ്ണുനീർ കവിളിലേക്ക് വീണു. കണ്ണുനീർ തുടച്ചുകൊണ്ട് പാർവതി നോക്കിയത് ജാനകിയുടെ മുഖത്തേക്കാണ്. ജാനകി എല്ലാം കണ്ടുകൊണ്ട് പുച്ഛത്തോടെ ചിരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് പാർവതിയുടെ ദേഷ്യം ജാനകിയുടെ നേരെ തിരിഞ്ഞു. നീ സന്തോഷിച്ചോളൂ. നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ സംഭവിച്ചു. എൻ്റെ മോനെ എന്നിൽ നിന്ന് അകറ്റി. നിനക്കൊക്കെ തൃപ്തിയായല്ലോ. പാർവതി ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് ജാനകിയോട് പറഞ്ഞു. സത്യമാണ് ചേച്ചി പറഞ്ഞത്. എനിക്ക് സന്തോഷം തന്നെയാണ്. ചേച്ചിയോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. സ്വന്തം മകനു വേണ്ടി ജീവിച്ച ചേച്ചി ആ മകൻ്റെ സന്തോഷം കണ്ടില്ലെന്ന് നടിച്ചു. ജാനകി പുച്ഛത്തോടെ പറഞ്ഞു. നീയാണ് ഇതിനെല്ലാം കാരണം. നീയും ആ പിച്ചക്കാരി പെണ്ണും. പാർവതിയുടെ വാക്കുകൾ മുഴുവിപ്പിക്കുന്നതിനു മുന്നേ ജാനകി പറഞ്ഞു. അവളെ അങ്ങനെ വിളിക്കരുത് ചേച്ചി. അവള് മാധവിൻ്റെ ഭാര്യയാണ്. ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ. ഇനിയെങ്കിലും നിങ്ങൾ അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണം. ഇത്രയും കാലം നിങ്ങൾ അവരെ മാനസികമായി ഉപദ്രവിച്ചില്ലേ? ഇനിയെങ്കിലും മതിയാക്കിക്കൂടെ? ജാനകിയുടെ വാക്കുകളിൽ അമർഷം നിറഞ്ഞു പൊന്തി. പാർവതി അവരെ ദേഷ്യത്തോടെ തുറിച്ചു നോക്കി. ആ നോട്ടം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ജാനകി തിരിഞ്ഞു നടന്നു. പാർവതി തകർന്നു പോയ മനസ്സോടെ ഹാളിൽ ഇരുന്നു. എന്ത് ചെയ്യണമെന്ന് അവർക്ക് യാതൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട് അവർ കണ്ണുനീർ വാർത്തു. യാത്രയിലുടനീളം മാധവും തീർത്ഥയും നിശബ്ദരായിരുന്നു. അവർക്കിടയിൽ അസുഖകരമായ ഒരു മൗനം തളം കെട്ടിക്കിടന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് തീർത്ഥയ്ക്ക് യാതൊരു അറിവുമില്ല. താനൊന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നൊരു തോന്നൽ അവളിൽ കുറ്റബോധം നിറച്ചു. ഒരു അരമണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു. അതിനുശേഷം കാറ് വിസ്ഡം എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡും കടന്ന് അകത്തേക്ക് കയറി. കുറച്ചുകൂടി നീങ്ങി കാറ് ബ്രേക്ക് ചെയ്തു. തീർത്ഥയോട് ഒന്നും പറയാതെ മാധവ് കാറിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു. തീർത്ഥയാകട്ടെ ഒന്നും മനസ്സിലാകാതെ കുറച്ചു നേരം കാറിൽ തന്നെ ഇരുന്നു. പിന്നെ പതിയെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ചുറ്റും നോക്കി. ഒരേപോലത്തെ ഒരുപാട് വീടുകൾ. അത് വില്ലാസാണെന്ന് അവൾക്ക് മനസ്സിലായി. മാധവ് കുറച്ചപ്പുറം മാറി നിന്ന് ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. അവൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് തോന്നിയെങ്കിലും അവൾ അവിടെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞതും മാധവ് അവൾക്കടുത്തേക്ക് വന്നു. അപ്പോൾ അവൻ്റെ മുഖത്ത് നേർത്തൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തീർത്ഥയ്ക്ക് ആശ്വാസമായി. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ നേരത്തെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വില്ലയ്ക്ക് ഞാൻ അഡ്വാൻസ് കൊടുത്തിരുന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് തൊട്ടു മുൻപിലുള്ള വില്ല ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു. തീർത്ത അത്ഭുതത്തോടെ അവനെ നോക്കി. ഓണർ ഇപ്പോൾ തന്നെ വരും. എന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ഇരുവരും കാറിൽ ചാരി നിന്നു. മാധവേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. പിന്നെ അവൾ ഒന്നും ചോദിച്ചില്ല. അവനോട് ചേർന്ന് അങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞിട്ട് വില്ലയുടെ ഓണർ എത്തി. അയാൾ അവർക്കായി ആ വില്ല തുറന്നു. സ്വപ്നം പോലെ തോന്നുന്നു. അവൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ അവൾ മെല്ലെ പറഞ്ഞു. അതെ, ഒരു സ്വപ്നമാണ്. നമ്മൾ ഒരുമിച്ചുള്ള സ്വപ്നം. അവൻ അവളുടെ കാതോരം പറഞ്ഞു. ഫുൾ ഫർണിഷ്ഡായ വിശാലമായ മുറികൾ, വലിയ ജനലുകൾ. ആ വീടിന് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. മാധവ് തീർത്ഥയെ ചേർത്ത് പിടിച്ച് ഓരോ മുറിയും കണ്ടു. ഇരുവർക്കും വലിയ ഇഷ്ടമായി.
നാളെ തന്നെ രജിസ്റ്റർ ചെയ്യാമെന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് ഓണർ അവിടെ നിന്നും പോയത്. എങ്ങനെയുണ്ട്? ആ വലിയ ഹാളിൽ തനിച്ചായതും മാധവ് തീർത്ഥയെ ചുറ്റിപ്പിടിച്ചു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിനൊക്കെ എനിക്ക് അർഹതയുണ്ടോ എന്ന് മാത്രമേ. അവളുടെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞു, തൊണ്ടയിടറി. ഇനിയൊരിക്കലും ഈ കണ്ണ് നിറയരുത്, മാധവ് അവളെ നെഞ്ചോട് പിടിച്ച് പറഞ്ഞു. തീർത്ത മാധവിൻ്റെ നെഞ്ചിലേക്ക് ചാരി മെല്ലെ കണ്ണുകൾ തുടച്ചു. അവൻ മെല്ലെ അവളുടെ ചുമലിൽ തഴുകി. വാ, നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. ആ വഴി ശിവുവിനെയും പിക്ക് ചെയ്യാം. പിന്നെ ഈ വഴിക്ക് അവരുടെ ബസ് റൂട്ട് ഉണ്ടോ എന്ന് അറിയണമല്ലോ, അതും ഒന്ന് സംസാരിക്കാം. തീർത്ത ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ അവൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്നും ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? അവൾ ചോദിച്ചു. അതൊക്കെ ഞായറാഴ്ച പോയി എടുക്കാം. ഇപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ വാങ്ങാം, അവൻ പറഞ്ഞു. അവൾ മൂളി. ഇരുവരും പുറത്തേക്ക് നടക്കുമ്പോഴാണ് മാധവിൻ്റെ ഫോൺ റിങ് ചെയ്തത്. പോക്കറ്റിൽ നിന്നും അവൻ ഫോൺ എടുത്ത് നോക്കി. ചിന്നുവിൻ്റെ നമ്പറായിരുന്നു. അവൻ തീർത്ഥയോട് നടന്നോളാൻ പറഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. മാധവേട്ടൻ എവിടെയാ? ചിന്നു ചോദിച്ചു. എന്താ ചിന്നു കാര്യം? ഡോറിൽ അൺലോക്ക് ചെയ്തുകൊണ്ട് അവൻ ചോദിച്ചു. വല്യമ്മ കരഞ്ഞ് ആകെ വയ്യാതെയായി. നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരാമോ? അവൾ ചോദിച്ചു. അമ്മ തൊട്ടടുത്തിരുന്ന് അവളെ കൊണ്ട് വിളിപ്പിക്കുന്നതാണെന്ന് ചിന്നുവിൻ്റെ സംസാരത്തിൽ നിന്ന് അവന് മനസ്സിലായി. ഇപ്പോൾ എന്തായാലും വരാൻ പറ്റില്ല. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി പുറത്തേക്ക് പോകുകയാണ്. ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് സംസാരിച്ചോളാം, അവൻ പറഞ്ഞു. ഒരു നിമിഷം മറുതലയ്ക്കൽ നിശബ്ദമായതുപോലെ അവന് തോന്നി. ചെറിയ മുറുമുറുപ്പ് ഉയർന്നു. വേണ്ട, ഞായറാഴ്ച നീ വരണ്ട. ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ പോലും എൻ്റെ ചിതയ്ക്ക് കൊള്ളിവെക്കാൻ പോലും നീ ഈ പടി ചവിട്ടരുത്. എരണം കെട്ടവളുടെ കൂടെ ജീവിതം തുലച്ചോ നീ? ചിന്നുവിൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ച് വാങ്ങിക്കൊണ്ട് പാർവതി പറഞ്ഞു. മാധവ് ഒന്നും പറയാതെ കോൾ കട്ട് ചെയ്തു. വിഷമത്തോടെ അവനെ നോക്കി നിൽക്കുന്ന തീർത്ഥയെ നോക്കി കണ്ണ് ചിമ്മി ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യും പിടിച്ച് കാറിനടുത്തേക്ക് നടന്നു. പതിവില്ലാതെ മാധവും തീർത്ഥയും ഒരുമിച്ച് സ്കൂളിൽ നിന്നും കൊണ്ടുവരാൻ വന്നപ്പോൾ ശിവുവിന് ഭയങ്കര സന്തോഷമായി. മാധവിൻ്റെ കയ്യിൽ തൂങ്ങിയാണ് അവൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നടന്നത്. ശിവു വേണമെന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും അവൻ വാങ്ങിക്കൊടുത്തു. ആ സമയത്ത് ആ മുഖത്തെ സന്തോഷം ആവോളം ആസ്വദിക്കുകയായിരുന്നു തീർത്ഥ. അപ്പോഴും ഈ സ്നേഹത്തിനെല്ലാം താൻ അർഹയാണോ എന്ന ചിന്ത അവൾക്കുള്ളിൽ മായാതെ നിന്നിരുന്നു. ഇതെന്താ നമ്മൾ ഇവിടെ? പുതിയ വീട് കണ്ട് ശിവു അമ്പരപ്പോടെ ഓപ്പോളെയും ഏട്ടനെയും നോക്കി. ഇനി മുതൽ ഇതാണ് നമ്മുടെ വീട്, നമ്മുടെ മാത്രം വീട്. ശിവുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി.